വ്യക്തികളും ആണെന്ന യാഥാർത്ഥ്യത്തിനാണ് തൃത്വം എന്നതിനാൽ അർത്ഥമാക്കുന്നത്. മലയാളത്തിൽ ത്രിയേക ദൈവം എന്നും ഇതിനെ വ്യവഹരിക്കുന്നു. ദൈവീ വ്യക്തികളെ വ്യതിരിക്തമായി അല്ലെങ്കിൽ വ്യത്യസ്തമായി പറയാമെങ്കിലും ദൈവിക സാരാംശത്തെ സാകല്യമായി സൂചിപ്പിക്കുമ്പോൾ ത്രിയേകത്വം എന്ന പദമാണ് സയുക്തികം. അങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഭേദം. യുക്തിയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാവാത്ത ഒരു ഉപദേശമാണ്. ദൈവിക വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഉപദേശം നാം സ്ഥാപിക്കേണ്ടത്. അതേസമയം യുക്തിരാഹിത്യമെന്നും പറയാനാവില്ല. യുക്തിക്ക് നിരക്കുന്ന ഒരു ഉപദേശം തന്നെയാണ്. തൃത്വത്തെ സൂചിപ്പിക്കുന്ന ത്രയാസ് എന്ന ഗ്രീക്ക് പദം ആദ്യമായി ഉപയോഗിച്ചത് അന്ത്യോക്യയിലെ തെയോഫിലോസാണ്. അതിനുശേഷം ഇത് കൂടുതലും വിശദീകരിച്ചത് തെർത്തുല്യനും അത്താനേഷ്യസും അഗസ്തീനോസുമാണ്. അവരുടെ കാലഘട്ടമായപ്പോൾ ഈ ഉപദേശത്തിന് വ്യാപകമായ അർത്ഥവും വിശദീകരണവും നൽകുകയുണ്ടായി. ഇതിനെ ഏറ്റവും അധികം ചരിത്രത്തിൽ നിഷേധിച്ചത് അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അറിയൂസാണ്. അദ്ദേഹം സമർത്ഥിച്ചത് 3 വ്യക്തികളുണ്ട്, പക്ഷേ 3 വ്യക്തികൾക്ക് 3 സാരാംശം ഉണ്ടെന്നാണ്. സാരസത്ത അഥവാ എസൻസ്. അതുകൊണ്ട് അദ്ദേഹത്തെ അക്കാലത്തെ വേദ വിചക്ഷണന്മാരും സഭാ നേതാക്കന്മാരും നിഷേധിച്ചത്. അദ്ദേഹമാണ് ഒരു പക്ഷേ നമുക്ക് പറയാൻ കഴിയുന്നത് യഹോവയുടെ സാക്ഷികളുടെ പിതാവെന്ന്. അദ്ദേഹത്തിന് ശേഷം ഒട്ടേറെ ആളുകൾ ഈ ഉപദേശവുമായി കടന്നു വന്നു. പക്ഷേ ചരിത്രത്തിൽ നിന്ന് അവർ അവഗണിക്കപ്പെട്ടു. ഇനി നാം ഇതൊരു യാഥാർത്ഥ്യമാണോ എന്നതിനെക്കുറിച്ച് വേണ്ട വിശദീകരണം തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനായിട്ടാണ് ആദ്യമായി ഒരുമ്പെടുന്നത്. പഴയ നിയമത്തിൽ 2 പ്രസക്തമായ വേദഭാഗങ്ങളും പുതിയ നിയമത്തിൽ 7 വേദഭാഗങ്ങളും തൃത്വത്തിനാധേയമായിട്ട് ഇവിടെ ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. ഒന്നാമതായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ കാണാവുന്നത് യെശയ്യാവിൻ്റെ പുസ്തകം 48-ാം അധ്യായം 16-ാം വാക്യം. യെശയ്യാവിൻ്റെ പുസ്തകം 48-ാം അധ്യായം 16-ാം വാക്യം. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. തൻ്റെ എന്നതിന് പകരം കുറച്ചുകൂടി നല്ല അവൻ്റെ ആത്മാവ്, ഹിസ് സ്പിരിറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ യഹോവയായ ദൈവം, അവൻ്റെ ആത്മാവ്, എന്നെ, ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ, കർത്താവായ യേശു ക്രിസ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ 3 വ്യക്തികൾ. അടുത്തതായിട്ട് നമുക്ക് ഇതേ പുസ്തകത്തിൽ 63-ാം അധ്യായത്തിൽ മറ്റൊരു വാക്യം നാം കാണുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 63-ാം അധ്യായത്തിൻ്റെ 8, 9, 10. അവിടെ ഉടമ്പടിദായകനായ ദൈവത്തെക്കുറിച്ച് കാണുന്നുണ്ട് 8-ാം വാക്യത്തിൽ. 9-ാം വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഏഞ്ചൽ ഓഫ് ഹിസ് പ്രസൻസ്, ഏഞ്ചൽ ഓഫ് ഹിസ് പ്രസൻസ് എന്നതിന് അവിടെ തർജ്ജിമ ചെയ്തിരിക്കുന്ന പദം ശ്രദ്ധേയമാണ്. 63-ന്റെ 9-ാം വാക്യം ഒന്ന് വായിക്കണം. 63-ന്റെ 9, ഏഞ്ചൽ ഓഫ് ഹിസ് പ്രസൻസ്, അവൻ്റെ എന്താണ് വായിക്കുന്നത്? സമൂഹദാസൻ. അത് സമൂഹത ദൂതൻ, സമൂഹത ദൂതൻ. അതിന് പരിഭാഷ അത്ര സുഖപരമല്ലെങ്കിലും ഏഞ്ചൽ ഓഫ് ഹിസ് പ്രസൻസ്, അവൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്ന മാലാഖ ദൂതൻ എന്ന് പറയുകയായിരിക്കും കുറച്ചുകൂടെ ഭേദം. അപ്പോൾ 1 ഉടമ്പടിയുടെ ദൈവം, 2 സമൂഹ ദൂതൻ, 3-ാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. അവിടെ തന്നെ 10-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ തന്നെ 2 അടിസ്ഥാന വാക്യങ്ങൾ തൃത്വത്തിന് സൂചകമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇനി നാം പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 7 വാക്യങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത് മത്തായി സുവിശേഷം
28 അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്നാണ്. അവിടെ നാമത്തിൽ എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ നമുക്കറിയാം, ഈ ഏകവചനത്തിന് ടോ ഒനോമ എന്ന ചേർത്ത്, ടോ ഒനോമ. അപ്പം ഈ ഗ്രീക്ക് ഭാഷയിൽ എപ്പോഴും ഏകവചനത്തിന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, വിവേചക ഭേദം അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുമ്പോൾ ഏകവചനം ഉപയോഗിക്കാറുണ്ട്. സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഏകവചനം ഉപയോഗിക്കും. ഗ്രീക്കിന് മാത്രം സവിശേഷതയാണ്. അപ്പോൾ അവിടെ ടോ ഒനോമ എന്ന് പറഞ്ഞാൽ നാമത്തിൽ എന്നാണ്. മത്തായി സുവിശേഷം 10 അധ്യായത്തിൽ 2 വാക്യത്തിൽ അവിടെ അപ്പോസ്റ്റലോസ് എന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോസ്റ്റലോയി, അപ്പോസ്തലന്മാര്. അവിടെ ട ഒനോമാറ്റ എന്ന് ചേർത്തിരിക്കുന്നത് ബഹുവചനം. ട ഒനോമാറ്റ എന്ന് പറഞ്ഞാൽ നാമങ്ങളിൽ. അവിടെ ടോ എന്ന ഏകവചന ഡെഫിനിറ്റ് ആർട്ടിക്കിളിന് പകരം ബഹുവചനത്തിൽ ട എന്ന ചേർത്തിരിക്കുന്നത് ഒനോമാറ്റ. വാസ്തവത്തിൽ ഇവിടെയും ബഹുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ട ഒനോമാറ്റ എന്ന് ചേർക്കേണ്ടതിന് പകരം ടോ ഒനോമ എന്ന് ചേർത്തിരിക്കുന്നു. ഏകനാമം, നാമം എന്ന് ഏകവചനം ചേർത്തിരിക്കുന്നു. അത് ഗ്രമാറ്റിക്കലി തെറ്റാണെങ്കിലും ആശയപരമായി ശരിയാണ്. അപ്പോൾ അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങിയിരിക്കുന്ന വ്യക്തികളെ പരാമർശിക്കുമ്പോൾ നാമം എന്ന് പറഞ്ഞിരിക്കുന്നത് ബൈബിൾ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ത്രിത്വത്തിന്, നാമത്തിൽ. അടുത്തതായിട്ട് നമുക്ക് മൂന്നാമതായിട്ട് കാണേണ്ട ഒരു വേദഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അത് മത്തായി സുവിശേഷം അല്ലെങ്കിൽ ലൂക്കോസ് സുവിശേഷം 1 അധ്യായം 35 വാക്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായം 35 വാക്യം നിങ്ങൾ വായിച്ചുകൊള്ളുക. പരിശുദ്ധാത്മാവ് നിന്നിൽ വരും. എൻ്റെ ഈ പരിഭാഷ സ്വതന്ത്ര പരിഭാഷയാണ്. നാം സ്വീകരിക്കുന്ന പരിഭാഷ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന പരിഭാഷ സ്വീകരിക്കാറില്ല. അപ്പോൾ ഞാൻ തെറ്റിദ്ധരിക്കരുത്, സ്വതന്ത്ര പരിഭാഷയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലൂക്കോസ് 1:35 പറയും, പരിശുദ്ധാത്മാവ് നിന്നിൽ വരും. 2, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. ആകയാൽ പിറക്കാനിരിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പരിശുദ്ധാത്മാവ്, 2ാമത് അത്യുന്നതൻ, 3ാമത്തെ പരിശുദ്ധാത്മാവ്. 3 വ്യക്തികൾ അവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. 4ാമത്തെ വാക്യം യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 16 വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 16 വാക്യം. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 16 വാക്യം. പിതാവിനോട് ചോദിക്കും. ആര്? ഞാൻ. അത് ക്രിസ്തുവാണ്. പിതാവ് ഇവിടെയുണ്ട്. സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ തർജ്ജിമ സുഖമല്ല. സഹായകനെ, പാരാക്ലിറ്റോസ്, സഹായകനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് അയച്ചു തരും. അവിടെ പിതാവ്, കർത്താവായ യേശു ക്രിസ്തു, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു എന്ന് പറഞ്ഞാൽ ആ പദം പ്രത്യേകം ശ്രദ്ധിക്കണം, മറ്റൊരു. അപ്പോൾ വേറെ ഒരു വ്യക്തിയാണ്. അപ്പം 3 വ്യക്തികൾ ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തതായിട്ട് 1 കൊരിന്ത്യർ 12 അധ്യായം 2 മുതൽ വാക്യങ്ങൾ വളരെ പ്രസിദ്ധമായ ഒരു വേദഭാഗമാണ്. അതൊന്ന് വിശദീകരിക്കുകയാണ്. 1 കൊരിന്ത്യർ 12 അധ്യായം എടുക്കാൻ 4 മുതൽ ഉള്ള വാക്യങ്ങളിൽ ഞാൻ സ്വതന്ത്ര തർജ്ജിമയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നാകുന്നു. ഒന്നത്രേ, മലയാളം തെറ്റാണ്, ഒന്നാകുന്നു. അപ്പോൾ 1. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ ആകുന്നു. 3ാമതായിട്ട് പ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരും എല്ലാം വ്യാപരിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. അവിടെ പറഞ്ഞിരിക്കുന്നത് 3 വ്യക്തികൾ. പരിശുദ്ധാത്മാവ് ഒരുവനാകുന്നു,
കർത്താവ് ഒരുവനാകുന്നു. മൂന്നാമതായിട്ട് എല്ലാവരും എല്ലാം വ്യാപിക്കുന്ന ദൈവവും ഒരുവൻ ആകുന്നു. 3 വ്യക്തികൾ വ്യക്തമായിട്ട് നാം അവിടെ കാണുന്നു. അപ്പോൾ അടുത്തത് 2 കൊരിന്ത്യർ 16 അധ്യായം 13 വാക്യം നമുക്ക് ഏവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. 3 വ്യക്തികൾ അവിടെ വ്യക്തമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വേദഭാഗം 1 പത്രോസ് 1 അധ്യായം 2 വാക്യമാണ്. ഇവിടെ ഞാൻ വായിക്കുകയാണ്, യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ്, പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും യേശുക്രിസ്തുവിന് വിധേയരുമായിരിക്കുന്നതിനും അവൻ്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി. അവിടെ പത്രോസ് 3 പേരുടെ കാര്യം പറഞ്ഞു. പിതാവായ ദൈവം, കർത്താവായ യേശുക്രിസ്തു, മൂന്നാമത് ആത്മാവ്. 3 വ്യക്തികളെ അവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാക്യമാണ് വെളിപ്പാട് പുസ്തകം 1 അധ്യായം 4 വാക്യം. അവിടെ ഇരിക്കുന്നവനും അല്ലെ ആയിരിക്കുന്നവനും ആയിരുന്നവനും എന്ന പരിഭാഷയാൽ കുറച്ചുകൂടെ ഭേദം. അപ്പോൾ ഇങ്ങനെ പറയാം, ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമായവനിൽ നിന്നും 1. രണ്ടാമത് അവൻ്റെ സന്നിധാനത്തിലുള്ള 7 ആത്മാക്കളിൽ നിന്നും 3. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്കും അധിപതിയായവനിൽ നിന്നും. ആ 3 വ്യക്തികളിൽ ആദ്യത്തേത് ഇരിക്കുന്നവൻ ഇരുന്നവനും വരുന്നവനും ആരാണെന്ന് 8 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അൽഫയും ഒമേഗയുമായ സർവശക്തിയുള്ള ദൈവം, പിതാവായ ദൈവം. രണ്ടാമത്തേത് പരിശുദ്ധാത്മാവ് ദൈവം. നമുക്കറിയാം, മറ്റു വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ 7 ആത്മാക്കൾ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നുവെന്ന്. മൂന്നാമതായിട്ട് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്കും അധിപതിയായവൻ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഇപ്പോൾ ഇതുവരെ പഠിച്ച വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ നിയമത്തിലെ 2 വേദഭാഗങ്ങൾ, പുതിയ നിയമത്തിലെ 7 വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ തൃത്വം നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ വിശകലനം ചെയ്താൽ ഏകത്വം നിഷേധിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടി ഇതിനോട് ചേർന്ന് പറയുകയാണ്. അതിനോട് ചേർന്ന് പറയാൻ വേണ്ടി മറ്റൊരു വാക്യമാണ്, കർത്താവ് സ്നാനപ്പെടുന്നു. പിതാവ് സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. മൂന്നാമതായ പരിശുദ്ധാത്മാവ് മൂർത്തരൂപത്തിൽ പ്രാവുന്ന പോലെ പുത്രൻ്റെ മേൽ ആവസിക്കുന്നു. അത് മറ്റൊരു തെളിവാണ്. അപ്പം ഈ 3 വ്യക്തികൾ വസ്തുനിഷ്ഠമായി ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്വത്തിൽ 3 വ്യക്തികളുണ്ടെന്നാണ്. അത് സ്ഥാപിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വ്യക്തമായും ഉറപ്പായും പറയാം, ഏകത്വവാദികളുടെ ഉപദേശം ബൈബിൾ വിരുദ്ധമാണ്. നമുക്കറിയാം, പെന്തക്കോസ്തുകാരുടെ ഇടയിൽ 2 ഏകത്വവാദികളുണ്ട്. കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. ഒന്ന് യുണൈറ്റഡ് പെന്തക്കോസ് എന്ന് പറഞ്ഞുകൊണ്ട് അടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗവും, കോട്ടയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ACP അപ്പോസ്റ്റലിക് ചർച്ച് ഓഫ് പെന്തക്കോസ് ചർച്ച് എന്നൊരു വിഭാഗമുണ്ട്. 2 പേരും കൂട്ടരും തൃത്വത്തെ നിഷേധിക്കുന്നതോടൊപ്പം തന്നെ ഏകത്വത്തെ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. അപ്പം ഇവിടെ ഈ 7 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൃത്വം നമുക്ക് സ്ഥാപിക്കാൻ കഴിയും എന്ന് നാം ചിന്തിച്ചു. ഇനി അടുത്തതായിട്ട് ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ സത്ത, എസൻസ് ആത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ഭൗതിക ഘടകം ഇല്ലെന്നർത്ഥം. ദൈവം അനശ്വരനാണെന്നർത്ഥം. ദൈവം അദൃശ്യനാണെന്നർത്ഥം. സ്ഥലകാല പരിമിതികൾ കൊണ്ട് നിയന്ത്രണ വിധേയനല്ലെന്നർത്ഥം. അപ്പം ദൈവം ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വ്യക്തമായി പറയാൻ കഴിയും, പരിശുദ്ധാത്മാവും ഈ എസൻസ് ഉള്ളവനാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ എസൻസ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെ പറയാൻ കഴിയുമോ? അതിനുപോൽബലകമായ പ്രധാനപ്പെട്ട ഒരു വേദഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതായത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് ഇതിൽ പരം ഒരു വാക്യം വേദപുസ്തകത്തിലുണ്ടോ എന്ന് സംശയമാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും വായിച്ചാൽ നന്നായിരിക്കും. എബ്രായ ലേഖനം അവൻ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്തു. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വ സംബന്ധമായ 5 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോന്നായി നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. ആവശ്യമെങ്കിൽ ഈ ഗ്രീക്ക് ബൈബിളും കൂടെ ഞാനൊന്ന് ഉപയോഗിക്കുന്നതാണ്. കാരണം ഗ്രീക്ക് ബൈബിൾ ഉപയോഗിക്കാൻ കാരണം ഗ്രീക്ക് അറിയാമെന്ന് സ്ഥാപിക്കാനല്ല, ഗ്രീക്കിലെ ചില പ്രയോഗങ്ങൾ മലയാളത്തിലെ പ്രയോഗങ്ങളേക്കാൾ കുറച്ചുകൂടെ ഭേദമായതുകൊണ്ടാണ്. നമുക്ക് ഇവിടെ ആദ്യമായിട്ട് 1-ാം വാക്യത്തിൽ 2-ാം വാക്യത്തിൽ വായിക്കുന്നു സൺ ഹുയോ, സൺ എന്ന ക്രിസ്തുവിനെ സൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. whom he appointed ക്ലീരോനോമോൺ ഹെയർ, അവകാശിയാക്കി വെച്ചു. അപ്പോയിൻറ്റഡ് സൺ, പുത്രനെ. അനേകരും പുത്രൻ എന്ന് പറഞ്ഞാൽ മാനുഷികമായ നിലയിൽ ജനിക്കുന്ന അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന നിലയിലാണ്. പക്ഷെ ഹുയോസ് എന്ന പദം അത് മാത്രം അല്ല, ആ അർത്ഥത്തിൽ മാത്രമല്ല ഉപയോഗിച്ചിട്ടുള്ളത്. പിതാവിൻ്റെ അതേ സാരസത്ത ഉൾക്കൊള്ളുന്ന വ്യക്തി എന്ന നിലയിൽ പുത്രൻ എന്നുപയോഗിച്ചിട്ടുണ്ട്. അത് സമയം കിട്ടുമ്പോൾ വിശദീകരിക്കുന്നതായിരിക്കും. ഇവിടെ പുത്രൻ, ആ പുത്രനെ കുറിച്ച് പറയുന്നത് ഹി അപ്പോയിൻറ്റഡ് ക്ലീരോനോമോൺ, അവകാശിയാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ എല്ലാ അവകാശവും ഉള്ളവനാണ് പുത്രൻ. സമനാണ്, നിത്യനാണ് എന്നർത്ഥം. അപ്പോൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. എയ്നോസ് യുഗങ്ങൾ എന്നർത്ഥമുണ്ടെങ്കിലും ഇവിടെ യൂണിവേഴ്സ് എന്നർത്ഥത്തിലാണ്. അതായത് യൂണിവേഴ്സ്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, യുഗങ്ങളെ സൃഷ്ടിച്ചവൻ. മൂന്നാമതായി പറഞ്ഞിരിക്കുന്ന ശ്രദ്ധേയമാണ്. ഇവിടെ ഹു ബീയിങ് റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി, ഡോക്സിസ് ഗ്ലോറി, ദൈവ മഹത്വത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭ. അപ്പോൾ ഈ ദൈവ തേജസ്സിനെയും കർത്താവിൻ്റെ തേജസ്സിനെയും വേർപെടുത്താനാകുമോ? അതേ പ്രഭ. അപ്പോൾ സൂര്യൻ്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ആ പ്രഭ തന്നെയാണ്, സൂര്യൻ്റെ അതേ പ്രഭ തന്നെയാണ് ഇവിടെ പതിക്കുന്നത്. അതേ അർത്ഥത്തിലാണ് പറയുന്നത് ദൈവ തേജസ്സിൻ്റെ, ഗ്ലോറിയുടെ, ഡോക്സസിൻ്റെ പ്രഭ, അതേ സത്ത. നാലാമതായി പറഞ്ഞിരിക്കുന്നത് ഹുപ്പോസ്റ്റാസ്യൂസ് ഓട്ടോ എന്ന് പറഞ്ഞാൽ കാരാക്ടീർ ടെസ് ഹുപ്പോസ്റ്റാറ്റ്യൂസ് ഓട്ടോ എന്ന് പറഞ്ഞാൽ ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റിയാലിറ്റി ഓഫ് ഹിം, ആ ദൈവത്തിൽ എന്ന യാഥാർത്ഥ്യത്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്നവൻ, അതേ പ്രതിനിധി. അത് വിശദീകരിക്കാൻ ഇവിടെ സമയം പോരാ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്യവും അടുത്തത് വളരെ ശ്രദ്ധേയമാണ്. അടുത്തതായി പറഞ്ഞിരിക്കുന്നത് പാൻഡാറ്റോ റീമാറ്റൈറ്റി ഡുനാമിസ് ഓട്ടോ എന്ന് പറഞ്ഞാൽ ദ വേർഡ് ഓഫ് ഹിസ്, അവൻ്റെ ശക്തിയുടെ വചനം. ദൈവത്തിൻ്റെ അതേ ഡുനാമിസ് ഉള്ളവൻ, ശക്തിയുള്ളവൻ, അധികാരമുള്ളവൻ, എല്ലാത്തിനെയും വഹിക്കുന്നവൻ. അപ്പം 5 കാര്യങ്ങൾ
ഇവിടെ വിശദീകരിക്കാൻ സമയം പോരാലും എൻ്റെ സമയം വളരെ സംക്ഷിപ്തമായിട്ടുള്ളതാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സ്ഥാപിക്കാൻ ഇതിൽ പരൊരു വാക്യം ബൈബിളിൽ കാണാനാവില്ല. ഈ 5 കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്താൽ നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ അതേ എസൻസ് ഉള്ളവനാണ്, അതേ സാരസത്തെ ഉൾക്കൊള്ളുന്നവനാണ്, അതേ സ്വഭാവം ഉൾക്കൊള്ളുന്നവനാണ്, അതേ പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതം ഉൾക്കൊള്ളുന്നവനാണ്. അപ്പോൾ ഇതിലേക്ക് കടന്ന് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ, ഞാൻ ഈ പഴയ നിയമത്തിലെ പല കാര്യങ്ങളെടുത്ത് വിശദീകരിക്കുന്നില്ല, എന്നോട് സമയമില്ലല്ലോ, ചുരുക്ക സമയം ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് കർത്താവും അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവും പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന യഹോവയും ഒന്നാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയും. പ്രധാനമായിട്ട് നമുക്കറിയാം, മോശ ദൈവത്തോട് പറയുകയാണ്, അങ്ങയുടെ നിൻ്റെ പേരെന്താണ്? അപ്പം ദൈവം പറയുന്നത്, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. എന്താണ് അർത്ഥം? ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ഈ യഹോവ എന്ന പദത്തിന് 4 അക്ഷരങ്ങളാണ്. വോ ഹ യ ഹ 4 പദങ്ങൾ. ഈ 4 പദങ്ങൾ ഉള്ളതുകൊണ്ട് അതിന് ചതുരക്ഷരി എന്നാണ് പറയുന്നത്. 4 പദങ്ങൾ സംയോജിച്ചാണ് യഹോവ എന്ന പേരുണ്ടായത്. യഹോവ എന്ന പദത്തിൻ്റെ ആവിർഭാവം ഞാനാകുന്നവൻ ഞാനാകുന്നെന്നാണ്. ഐ ആം ഹു ഐ ആം, ഞാൻ ആകുന്നു എന്ന എബ്രായ പദത്തിന് കൊടുക്കാവുന്ന ഇംഗ്ലീഷ് തർജ്ജിമ ഐ ആം എന്നാണ്, ഞാനാകുന്നു. ആ യാഹ് എന്ന പദം വേണമെങ്കിൽ എബ്രായ പദം ഉപയോഗിക്കാം. കർത്താവായ യേശുക്രിസ്തു ഇതേ പദം ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 58-ാം വാക്യമാണെന്ന് തോന്നുന്നു. അതാരെങ്കിലും ഒന്ന് വായിക്കുന്നത്? 58-ാം തോന്നുന്നു. അതെ അതെ, അതൊന്ന് വായിച്ചാൽ. 58 8-ന്റെ 58. അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഞാൻ ഉണ്ട് എന്ന പദം ഒരുപക്ഷെ മലയാളത്തിൽ മനസ്സിലാക്കാൻ കഴിയുമായിരിക്കാം. കുറച്ചുകൂടെ ഇംഗ്ലീഷ് വായിക്കുന്നത് എങ്ങനെയാ? ബിഫോർ ഏബ്രഹാം വാസ് ഐ ആം. ബിഫോർ ഏബ്രഹാം വാസ് ഐ ആം. അപ്പം ഞാൻ ആകുന്നു എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ തർജ്ജമ ചെയ്യുക, അബ്രഹാം ജനിക്കും മുമ്പേ യാഹ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് ഞാനെന്നാണ് ക്രിസ്തു ഇവിടെ അവകാശപ്പെട്ടിരിക്കുന്നത്. വ്യത്യസ്തനല്ല. മറ്റൊരു തെളിവ് വേണമെങ്കിൽ പറയാം, എബ്രാ ലേഖനം 11-ാം അധ്യായത്തിൽ മറ്റൊരു തെളിവൂടെ ഇതിന് സൂചകമായി ബോൽബലകമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് മോശ പറഞ്ഞിരിക്കുന്നതാണ്. നമുക്ക് ആ വാക്യം അറിയാമല്ലോ. എബ്രാ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ അവിടെ പ്രത്യേക 26-ാം വാക്യം. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ. ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നുണ്ട്. അതല്ല, ക്രിസ്തുവിൻ്റെ 26 എത്രയാ? 25-26. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം. ക്രിസ്തുവിൻ്റെ നിന്ന എവിടുത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്? മിസ്രൈമിലെ കാര്യം. അവിടെ ക്രിസ്തു ഉണ്ടോ? നമ്മളെ വിവക്ഷിക്കുന്ന തരത്തിലുണ്ടോ? യഹോവയല്ലേ. അപ്പം ഇവിടെ യഹോവ എന്നതിന് ഉപയോഗിച്ചിരിക്കുക എന്താണ്? ക്രിസ്തു, ക്രിസ്തുവിൻ്റെ നിന്ന. അപ്പം മോശ ആരെ അനുഗമിക്കുകയായിരുന്നു? ക്രിസ്തുവിനെ അനുഗമിക്കുകയായിരുന്നു. പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവ ക്രിസ്തുവാണെന്നാണ് എബ്രായ ലേഖനകൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഞാനതിലെ വിശദീകരണത്തിലേക്ക് അധികം കടക്കുന്നില്ല. അപ്പോൾ എനിക്ക് സമയം അധികം പറയാനാവില്ല. ഈ ചോദ്യോത്തര വേളയിൽ ഇത് കൂടുതൽ നമ്മൾ വിശദീകരിക്കുന്നതുകൊണ്ട് ഞാൻ അധികം ഒരു പ്രബന്ധാപനത്തിന് സമയം വിനിയോഗിക്കുന്നില്ല. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ സാരാംശം ഒന്നുകൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പഴയ നിയമത്തിൽ 2 വാക്യങ്ങൾ. അതിന് ഒന്നാകുന്നു എന്ന് പറയാം. അതിനെ ചോദിക്കുമ്പോൾ എന്നേക്കാൾ പിതാവ് വലിയവനല്ലോ എന്ന് എൻ്റെ ഉത്തരം പറയേണ്ടി വരികയല്ലേ? അത് പിന്നീട് നമ്മൾ വിശദീകരിക്കാം. അങ്ങനെ പറയുമ്പോൾ തന്നെ പിതാവ് എന്നേക്കാൾ
വലിയവനല്ലേ എന്ന സൂചനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദ്യോത്തര വേളയിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ പഴയ നിയമത്തിൽ 2 വാക്യങ്ങളും പുതിയ നിയമത്തിൽ 7 വാക്യങ്ങളും തൃത്വത്തിന് ഉപോത്ബലകമായി സ്വീകരിക്കാം എന്ന് കണ്ടു. 2, ഏകത്വം നിഷേധിക്കേണ്ടതാണ്. കാരണം 3 വ്യക്തികളുണ്ടെന്ന് ഇവിടെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. ഈ 3 വ്യക്തികൾ ഒന്നാണ് എന്നതിന് 2 പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇവിടെ ഹാജരാക്കിയത്. ഒന്ന്, പറഞ്ഞ പോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. 2, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സാരാംശം ഉള്ളവ വ്യക്തികളാണെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ നിയമത്തിലെ യഹോവയും പുതിയ നിയമത്തിലെ ക്രിസ്തു ഒന്നാണെന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഒരു വാക്യം അവസാനമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രബന്ധം അവസാനിപ്പിക്കുകയാണ്. അത് 110-ാം സങ്കീർത്തനം 1-ാം വാക്യം. 110-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവ എൻ്റെ കർത്താവിനോട്. ഓക്കെ, ഞാനത് അധികം വിശദീകരിക്കാൻ ഒരുമ്പെടുന്നില്ലെങ്കിലും സൂചന മാത്രം നൽകുകയാണ്. യഹോവ എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവമാണെന്നതിന് ആർക്കും തർക്കമില്ല. എൻ്റെ കർത്താവെന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ചേർത്തിരിക്കുന്ന പദം അഡോണായി എന്ന എബ്രായ പദമാണ്. പഴയ നിയമത്തിൽ യഹോവ എന്ന പദം ഉരുവിടുവാൻ യഹൂദന്മാർക്ക് ഭയമായിരുന്നു. ലേവ്യ പുസ്തകത്തിൽ അതിന് സൂചനയുണ്ട്. യഹോവൻ്റെ നാം വൃഥാവെടുക്കരുതെന്ന് പുറപ്പാട് പുസ്തകമുണ്ട്. അതുകൊണ്ട് ഭയമായതുകൊണ്ട് അവർ യഹോവയ്ക്ക് പകരം അഡോണായി എന്ന പദം ഉപയോഗിച്ചു. പഴയത്ത് പലർത്തും പുതിയ നിയമത്തിൽ എങ്ങനെയാണല്ലോ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് സമാനമായ പദമാണ് കുറിയോസ് ഗ്രീക്കിലെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അഡോണായി എന്ന പദം എൻ്റെ കർത്താവ്. യഹോവ എൻ്റെ കർത്താവിനോട്, യഹോവയോട് വേണം എന്ന് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം. അഡോണായി യഹോവയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായി പകരമായി ഉപയോഗിക്കുന്ന പദമാണ്. അങ്ങനെയാണ് ആ വാക്യം യഹോവ എൻ്റെ യഹോവയോട് എന്ന് പരിഭാഷപ്പെടുത്താൻ കഴിയും. അപ്പോൾ പഴയ നിയമത്തിൽ തന്നെ ക്രിസ്തുവിൻ്റെ ദൈവത്വം പിതാവിൻ്റെ ദൈവത്തോട് സ്വഭാവമുള്ളതാണെന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. മറ്റൊട്ടേറെ തെളിവുകളുണ്ട്. എലോഹിം എന്ന പദത്തിൻ്റെയൊക്കെ ന്യായക്കടക്കിൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒട്ടേറെ തെളിവുകളുണ്ട്. അതിന് കടക്കാനുള്ള സമയം എനിക്ക് പോരാ. ഏതായാലും ഇതുവരെ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. ത്രിയേക ദൈവം ബൈബിൾ പഠിപ്പിക്കുന്ന ഉപദേശമാണ്. ത്രിയേക ദൈവം എന്ന ഉപദേശം ഏകത്വവാദത്തിന് വിരുദ്ധമാണ്. അതിനാൽ നമ്മൾ ഈ ഉപദേശം പിതാക്കന്മാർ സ്വീകരിച്ചതുപോലെ യാഥാർത്ഥ്യമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ ദൈവം ഈ പ്രബന്ധം മുഖാന്തരം ഇടയാക്കി തീർക്കുമാറാകട്ടെ.